Yes. So the heading what we have written, escape velocity. ഇതൊരു ഫോർമുലയാണ് ഡെറൈവ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ ഡെറൈവ് ചെയ്ത ഓർബിറ്റൽ വെലോസിറ്റി ഫോർമുലയായിട്ട് ഇതിനെ ലിങ്ക് ചെയ്യും. അങ്ങനെയാണ് നേരത്തെ ഇപ്പോൾ അഡീഷണൽ ആയിട്ടൊരു വീഡിയോ ചെയ്തത്. ഇവിടെ ഡയഗ്രം നോക്കി. വി എന്നെഴുതി ബോഡി ഇവിടെ നിന്ന് തിരിച്ചു വരാത്ത രീതിയിൽ എറിയാം. നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ ഗ്രൗണ്ടിൽ ഇരുന്നൊരു കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞാൽ തിരിച്ചു വരും. കുറച്ചുകൂടി ഹൈ സ്പീഡിൽ എറിഞ്ഞാൽ കുറച്ചുകൂടി ഹൈറ്റിലേക്ക് പോകുമായിരിക്കും, തിരിച്ചു വരും. കുറച്ചുകൂടി സ്പീഡ് കൂട്ടി എറിഞ്ഞു നോക്കിക്കോ, അത് പോകുന്ന ഉയരം കുറേ കൂടി കൂടും. ശരിയാണ്. കാരണം സ്പീഡ് ഓഫ് ത്രോ വെർട്ടിക്കലി അപ്വേർഡ്, നേരെ എർത്തിന് കുത്തനെ നേരെ മുകളിലേക്ക് എറിഞ്ഞാൽ എത്ര സ്പീഡ് കൊടുക്കുന്നു അതിനനുസരിച്ച് മുകളിലേക്ക് കൂടുതൽ പോകും. കൂടുതൽ സ്പീഡ് കൊടുത്താൽ കൂടുതൽ ഉയരം പിക്കപ്പ് ചെയ്യും. ചെറിയ സ്പീഡിൽ എറിഞ്ഞാൽ കുറച്ച് ദൂരം പോയി തിരിച്ചു വരും. ആസ് യു ഇൻക്രീസ് ദ സ്പീഡ് ഇറ്റ് വിൽ ഗോ ടു മോർ ആൻഡ് മോർ ഹൈറ്റ്സ്, ബട്ട് ഇറ്റ് വിൽ കം ബാക്ക്. ബിക്കോസ് എർത്ത് എല്ലാ ബോഡീസിനും താഴേക്ക് പിടിച്ച് വലിക്കുന്നുണ്ട്. എർത്തിൻ്റെ പുള്ള് എർത്തിൻ്റെ സെൻറ്ററിലേക്കാണ്. കാരണം എർത്തിൻ്റെ മാസ് നമ്മൾ അസ്യൂം ചെയ്തിരണം, കോൺസെൻട്രേറ്റ് ചെയ്തിരണം എർത്തിൻ്റെ സെൻറ്ററിലാണ്. എർത്ത് ഇസ് അട്രാക്റ്റിംഗ് ഓൾ ബോഡീസ് ടുവേർഡ്സ് ഇറ്റ്സ് സെൻറ്റർ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലും ഇങ്ങനെ എഴുതുമോ, ക്യാപിറ്റൽ ജി ഇൻറ്റു മാസ് ഓഫ് എർത്ത് ഇൻറ്റു മാസ് ഓഫ് എ ബോഡി ബൈ എർത്തിൻ്റെ സെൻറ്റർ. ഒരു ബോഡി എവിടെ ഇരിക്കുന്നുവോ അതും തമ്മിൽ അകലത്തിൻ്റെ സ്ക്വയർ. ഇതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എഫ് എന്ന് പറയുന്നത്. പിന്നെയാണ് നമ്മൾ മാസ് ഇൻറ്റു ജി, വെയിറ്റ് ഓഫ് ദ ബോഡി എന്നൊക്കെ ഇക്വേറ്റ് ചെയ്യും. ക്യാപിറ്റൽ ജി ഇൻറ്റു മാസ് ഓഫ് എ ബോഡി എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് എർത്ത്, മാസ് ഓഫ് അദർ ബോഡി എന്ന് പറഞ്ഞാൽ ഇവിടെ വയ്ക്കുന്ന ബോഡിയുടെ മാസ്, ഇവിടെ വയ്ക്കുന്ന ബോഡിയുടെ മാസ് എം, ചെറിയ എം ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള അകലം, അതിനെയാണ് ചെറിയ ആർ നിൽക്കുന്നത് എപ്പോഴും. അതാണ് വലിയ ആർ പ്ലസ് എച്ച്. ഈ ദൂരമാണ് വലിയ ആർ, എർത്തിൻ്റെ റേഡിയസ്, ഇതാണ് ഹൈറ്റ്. ഇത് നമ്മൾ പഠിച്ച ഫോർമുല തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനത്തെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ എതിർത്തുകൊണ്ടാണ് നമ്മൾ ഒരു ബോഡിയെ ലിഫ്റ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു കല്ല് വലിച്ചെറിഞ്ഞു നേരെ മുകളിലേക്ക്, ഇതിൽ കം ബാക്ക്, കാരണം ഫോഴ്സ് ഉണ്ട്. കുറച്ചുകൂടി സ്പീഡിൽ എറിഞ്ഞു, കുറച്ചുകൂടി മുകളിലേക്ക് പോയി, അപ്പോഴും തിരിച്ചു വരും, കാരണം ഈ ഫോഴ്സ് ഉണ്ട്. കുറച്ചുകൂടി ഹൈ സ്പീഡിൽ എറിഞ്ഞു, അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ പിന്നെയും കൂടി. അപ്പോൾ നേരത്തെ ഞാൻ ഇവിടെ നിന്ന് എറിഞ്ഞപ്പോൾ ഇവിടെ വരെ പോയി, ഇവിടെ നിന്ന് എറിഞ്ഞപ്പോൾ കുറച്ചുകൂടി ദൂരേക്ക് പോയി. എത്ര ഹൈറ്റ് ചെയ്യുന്നു, ഇനി ഒരു ഹൈറ്റിൽ പോയിട്ട് അവിടെ നിന്ന് അറിയാം. ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഒരു ഹൈറ്റിൽ പോയിട്ട് അവിടെ നിന്ന് അറിയാം. ഞാനിവിടെ ഒരു ദൂരം സങ്കല്പിക്കാൻ പോണത് ഈ ബോഡിയെ എറിയാൻ പോകുന്ന സ്ഥലത്ത് നിന്ന് എർത്തിൻ്റെ സെൻറ്റർ വരെയുള്ള അകലത്തെ ഞാൻ തിയറിയിൽ വിളിക്കാൻ പോകുന്ന എക്സ് എന്നാണ്. സോ വാട്ട് ഈസ് എക്സ്? എവിടെ നിന്നൂടെ ഒരു ബോഡി എറിയാം നമുക്ക്. എക്സിന് നമുക്ക് തോന്നിയൊരു വാല്യൂ ഇടാം. എന്നുവെച്ചാൽ നേരത്തെ ഒരു ചെറിയ ആർ എഴുതിയില്ല, ആ ചെറിയ ആറ് ഞാനിവിടെ തിയറിയിൽ ഒരു എക്സ് എന്ന് വിളിക്കാൻ പോകും. ഒരു ആറ് ചെറിയ ആറ് എനിക്ക് വേറെ സിമ്പിൾ വേണം. ഒരു പുതിയൊരു സിമ്പിളൂടെ പോകണം കാണാൻ. എക്സ്. വാട്ട് ഇസ് എക്സ്? എക്സ് ഇസ് എ വേരിയബിൾ. എക്സിന്റെ വാല്യൂ 6 എന്ന് എഴുതിയാൽ എവിടെ നിന്ന് ഒരു ബോഡിയെ എറിയുന്നുവോ അതാണ് എക്സ് ഈക്വൽ ടു ആർ. എക്സിന്റെ വാല്യൂ ഇൻഫിനിറ്റി എന്ന് എഴുതിയാൽ ഒരു ബോഡിയെ തിരിച്ചു വരാത്ത തരത്തിൽ എവിടം വരെ നീക്കേണ്ട ആവശ്യമുണ്ടോ അതാണ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി. എന്നിട്ട് പറയാം എക്സ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആർ തന്നെ, ചെറിയ ആർ. എന്തായിരുന്നു ചെറിയ ആർ? നേരത്തെ നമ്മൾ എഴുതിയൊരു സ്മോൾ ആർ എന്തായിരുന്നു ഇതിനു മുമ്പ് തിയറിയിലൊക്കെ? വലിയ ആർ പ്ലസ് എച്ച്. അത് സംഭവം തന്നെ, അതിൽ മാറ്റമൊന്നുമില്ല. ഒരു പുതിയ സിമ്പിൾ ഞാൻ കൊണ്ടുവന്നു, എക്സ്. എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ആണ്. ഞാൻ എസ്കേപ്പ് വെലോസിറ്റി തിയറി പഠിപ്പിക്കുമ്പോൾ എനിക്കൊരു പുതിയ വേരിയബിൾ വേണം. എക്സ് ഇസ് എ വേരിയബിൾ. ആ വേരിയബിൾ ഞാൻ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. ഈ ആർ പ്ലസ് എച്ച് എന്ന് പറയുന്നത് എക്സിന്റെ ഒരു പ്രത്യേക വിലയാണ്. അതുള്ളൂ. ആർ പ്ലസ് എച്ച്, വലിയ ആർ പ്ലസ് എച്ച് എന്ന് പറയുന്നത് എക്സിന്റെ ഒരു പ്രത്യേക വിലയാണ്. എക്സിന്റെ പ്രത്യേക വിലയാണ് ചെറിയ ആർ. എന്ന് വെച്ചാൽ എവിടെ നിന്നും എറിയുന്നു അതാണ് എക്സ് ഈക്വൽ ടു ആർ. എവിടം വരെ എറിഞ്ഞാലാണ് തിരിച്ചു വരാതിരിക്കുക, എക്സ് ഈക്വൽ ഇൻഫിനിറ്റി. തിയറിയിൽ നമുക്ക് ഒരു ഇന്റഗ്രേഷന്റെ ലിമിറ്റായി എഴുതേണ്ടി വരും. അത് ഇപ്പോഴേ പറഞ്ഞു വയ്ക്കാണ്. എക്സ് ഈക്വൽ ടു ആർ മീൻസ് ഫ്രം വേർ യു ആർ ത്രോയിങ് എ ബോൾ so that it will never come back. X equal to infinity means up to what level you have to throw it so that it will not come back. നമുക്കിപ്പോൾ ഒരു കിലോമീറ്റർ മുകളിൽ പോയിട്ട് മുകളിലേക്ക് എറിയാൻ ഒരു ബോൾ തിരിച്ചു വരാൻ ഉള്ള സാധ്യത അപ്പോഴും ഉണ്ട്. 2 കിലോമീറ്റർ അല്ലെങ്കിൽ 20 കിലോമീറ്റർ അല്ലെങ്കിൽ 2000 കിലോമീറ്റർ 20,000 കിലോമീറ്റർ മുകളിൽ ചെന്നിട്ട് അങ്ങടേക്ക് എറിയാം തിരിച്ചു വരാത്ത രീതിയിൽ. ഹൈറ്റ് കൂടുതൽ ഹൈറ്റിൽ ചെന്നിട്ട് എറിയുന്നതാണ് നല്ലത്. കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ജി ഡാഷ് എന്ന് പറഞ്ഞൊരു ഫോർമുല പഠിച്ചു കഴിഞ്ഞു. ഓർമ്മ കൊണ്ടുവരിക, ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു
ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. പഠിച്ചു കഴിഞ്ഞൊരു ഫോർമുലയാണ്. ഈ ഫോർമുല ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പെട്ടെന്ന് ചടിക്കറി പറയാൻ പറ്റും. ഇത് ഹൈറ്റിനനുസരിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ ആണല്ലോ, പഠിച്ചു കഴിഞ്ഞ ഫോർമുലയാണല്ലോ. ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. ഇത് നോക്കിയാൽ മനസ്സിലാവുമല്ലോ, എച്ച് കൂടുന്തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ഹൈറ്റിനനുസൃതമായി മാറുന്നു. എത്ര ഹൈറ്റ് ഉണ്ടോ അവിടുത്തെ ജി ആണ് ജി ഡാഷ്. ഇത് സർഫസ് ഓഫ് എർത്തിലെ ജി ആണ്. ഇത് 9.8 അല്ലെങ്കിൽ 10 ഒക്കെ എടുക്കുന്നത് എർത്തിന്റെ പ്രതലത്തിലുള്ള ജിയുടെ വാല്യൂ ആണ്. മുകളിലേക്ക് പോകുമ്പോൾ അത് 9.7 ആകും, 9.6 ആകും, 9.5 ആകും, പിന്നെ കുറഞ്ഞ 9 ആകും, 8 ആകും, 7 ആകും. അങ്ങനെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇല്ലാത്തൊരു സ്ഥലം ഇൻഫിനിറ്റ് ആൾട്ടിറ്റ്യൂഡാണ്. ഈ ഫോർമുല പഠിച്ചത് ഒന്നുകൂടി എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് നിങ്ങളൊരു ഹൈറ്റിൽ ചെന്ന് എറിയണം? എസ്കേപ്പ് വെലോസിറ്റി ഡിഫൈൻ ചെയ്യാൻ പോകണം. It is the minimum velocity that has to be imparted to a body so that if the body is given that velocity, it will never come back to earth. എന്നിട്ട് പറയാം, എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് ചെയ്യിക്കാനുള്ള വെലോസിറ്റി അതാണ്. ഭൂമിയുടെ ആകർഷണ ബലത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണം, രക്ഷപ്പെടണം. ഏത് ബോഡിയും എർത്തിനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സെൻറ്ററിലേക്ക്. അപ്പോൾ എർത്തിൻ്റെ പുള്ളിങ്ങിനെ മറികടന്ന് തിരിച്ചു വരാത്ത രീതിയിൽ ആ ബോഡിയെ എസ്കേപ്പ് ചെയ്യിക്കാൻ, അതാണ് വാക്ക്. എർത്തിന്റെ പുള്ളിങ് ഫോഴ്സിനെ മറികടന്ന് ഓവർകം ചെയ്ത് ആ എറിയുന്ന ബോഡിയെ തിരിച്ചു വരാത്ത രീതിയിൽ എന്താണ് എസ്കേപ്പ് ചെയ്യിക്കാൻ കൊടുക്കേണ്ടി വരുന്ന വെലോസിറ്റിയുടെ പേരാണ് എസ്കേപ്പ് വെലോസിറ്റി. സോ വാട്ട് യു മീൻ ബൈ എസ്കേപ്പ് വെലോസിറ്റി? ദിസ് ഈസ് ദ മിനിമം. അതിൽ കൂടുതലായ കുഴപ്പമില്ല. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത് എന്താന്ന് പറയട്ടെ, ഈ ഫോർമുലയാണ് പ്രൂവ് ചെയ്യാൻ പോണത്. എന്നിട്ട് ആ വിയുടെ വാല്യൂ നമ്മൾ ഇടാൻ പോണത് എത്രയാന്ന് പറയട്ടെ, 11.2 km/s. ഇത് എവിടെ നിന്ന് എറിയുമ്പോൾ എർത്തിന്റെ സർഫസിൽ നിന്നുകൊണ്ട് എറിയും. അതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അവസാനം ഇതിൽ എച്ച് പൂജ്യമാക്കി എടുക്കും. ഞാൻ നേരത്തെ ഒരു എച്ച് 0 ആക്കി ഓർബിറ്റൽ വെലോസിറ്റിയിൽ പറഞ്ഞാൽ മതി. ഇതിൽ ഞാൻ എച്ച് പൂജ്യമാക്കി കളയുന്നൊരു ഫോർമുല കൊണ്ടുവരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന കാൽക്കുലേഷൻ ഇതിൽ എച്ച് കളയാണെങ്കിൽ ഈ ഫോർമുല ഡിറൈവ് ചെയ്തു എന്ന് വിചാരിക്കും. തൽക്കാലം എച്ച് കളഞ്ഞ ഈ ഫോർമുല എന്തായി? 2gme/r. GME എന്ന് എഴുതാം, ആർ സ്ക്വയർ ജി. നേരത്തെ എഴുതിയോ, ക്യാപിറ്റൽ ആർ സ്ക്വയർ ജി. അപ്പോൾ ഈ ആർ സ്ക്വയർ പോയാൽ ബാക്കി √2 ഇൻറ്റു ഒരാൾ പോകുമ്പോൾ √2r എന്ന് കിട്ടും. അതാണ് വി. അതാണ് പ്രൂവ് ചെയ്യാൻ പോണേ. √2 ഇൻറ്റു r ഇൻറ്റു ജി. ഒന്നുകൂടി പറയാം. ആർ പ്ലസ് എച്ച് എച്ച് 0 ആകുമ്പോൾ നമ്മൾ എവിടെ നിന്ന് എറിയുന്നു? സർഫസ് ഓഫ് എർത്തിൽ നിന്ന് എറിയുന്നു. എറിയാം, എർത്തിന് സർഫസിൽ നിന്ന് ചേർത്ത് ഒരു മുകളിൽ ചേർത്ത് പിടിച്ചിട്ട് ബോഡിയെ മുകളിലേക്ക് കുത്തനെ എറിയാം. ഇതിൽ എച്ച് കളയാണെങ്കിൽ ഈ ഫോർമുല 2gme/r എന്നാകും. GME നമ്മൾ നേരത്തെ ആർ സ്ക്വയർ ചെയ്യുന്ന ഒരാൾ വെട്ടിപ്പോകും. V2 അവിടെ വരും, √2rg. ഇതിന് ഓർബിറ്റൽ വെലോസിറ്റി ആയിട്ട് ബന്ധമുണ്ട്. √2 ഇൻറ്റു VO മിനിമം ആണ് എഴുതിയായിരുന്നു. √rg നമ്മൾ പ്രൂവ് ചെയ്ത് എഴുതും. അതാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നമുക്കൊരു റിസൾട്ട് എഴുതാം. V = √2 ഇൻറ്റു √rg. വാട്ട് ഈസ് √rg? VO മിനിമം. സോ ഇതിനെ വേണമെങ്കിൽ എങ്ങനെ മോഡിഫൈ ചെയ്യാം? V = √2 ഇൻറ്റു what is it remaining? VO minimum. √rg നമ്മൾ പ്രൂവ് ചെയ്ത് കിട്ടും. അതിലേക്കാണ് എത്താൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇത് ഡിറൈവ് ചെയ്യണം. ഇത് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തിരിച്ചു വരട്ടെ തിയറിയിലേക്ക്. എവിടെ നിന്ന് എറിയാൻ പോകുന്നു? എവിടെ നിന്നെങ്കിലും എറിയാൻ പോകുന്നു. എവിടെ നിന്ന് എറിയാൻ പോകുന്നു? x = r എന്ന് പറയുന്നൊരു സ്ഥലത്ത് നിന്ന് എറിയാൻ പോകുന്നു. വാട്ട് ഇസ് x = r? ചെറിയ ആറ്. എന്താ ചെറിയ ആറ്? ചെറിയ ആറെന്ന് എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്, വലിയ r + h തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സ് എന്ന വേരിയബിളിന് നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ വിലയാണ് 6. എന്നുവെച്ചാൽ എവിടെ നിന്ന് എറിയുന്നു, എവിടം വരെ എറിയുന്നു, അതാണ് x = ∞. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് ഓർബിറ്റൽ എസ്കേപ്പ് വെലോസിറ്റിയുടെ തിയറിയിലേക്ക് കയറാം. ഞാനപ്പോൾ ആദ്യം തന്നെ എഴുതാൻ പോകുന്നൊരു ഫോർമുല നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഈ ഡയഗ്രാം വരച്ചിട്ടും ചെറുതായിട്ട് എഴുതി തുടങ്ങി. കൂട്ടത്തിലാണ് എഴുതി പോവാം. ഫിഗർ ഷോസ് പടം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഫിഗർ ഷോസ് എ ബോഡി of mass m. Figure shows a body of mass m. ചെറിയ എന്ന് എഴുതിയാൽ മതി. A body of mass m at a height h. ചെറിയ h. At a height h. So that x =
x equal to r plus h is a variable. ബ്രാക്കറ്റിൽ എച്ച് എറിയുമ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. എച്ച് ഈസ് വേരിയബിൾ. എച്ച് എങ്ങനെ വേരിയബിൾ ആണ്? ഒരു ബോഡി എറിഞ്ഞ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എച്ച് വേരിയബിൾ ആണല്ലോ. അതുകൊണ്ടാണ് അവർ എക്സ് എന്ന വേരിയബിൾ കൊണ്ടുവരാൻ കാരണം. എക്സ് ഈക്വൽ ആർ പ്ലസ് എച്ച് ഈസ് എ വേരിയബിൾ. മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ബിക്കോസ് എന്താ കാരണം? വൈ ബിക്കോസ് എച്ച് ഈസ് വേരിയബിൾ. ഉയരം കൂടി പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ എച്ച് വേരിയബിൾ ആണല്ലോ. എച്ച് ഈസ് വേരിയബിൾ. അത്ര കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ആ എക്സ് വെച്ചിട്ട് ഒരു ഫോഴ്സ് എഴുതേണ്ടത് ഇങ്ങനെയാണ്. എഫ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ഇൻറ്റു എം ഇ ഇൻറ്റു എം ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഈസ് ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് between that body നേരത്തെ എം മാസുള്ള ബോഡിയോടെ വരച്ചു. ഇത് തന്നെ ഈ എം മാസുള്ള ബോഡി ബിറ്റ്വീൻ ദാറ്റ് ബോഡി ഓഫ് മാസ് എം, ക്ലിയർ ആയി ഒന്നുകൂടി, ആ ബോഡി തന്നെ ഓഫ് മാസ് എം ആൻഡ് എർത്ത് ഓഫ് മാസ് എം ഇ മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. ഇത് നമ്മൾ പഠിച്ച ഫോർമുലയല്ലേ? ക്യാപിറ്റൽ ജി ഇൻറ്റു എം വൺ എം ടു ബൈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ഫോർമുല തന്നെ. ക്യാപിറ്റൽ ജി ഇൻറ്റു എം ഇ എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ മാസ്, എം എന്ന് പറഞ്ഞാൽ നമ്മൾ എറിയുന്ന ബോഡിയുടെ മാസ്. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് മാസ് ആയി എം വൺ ഇൻറ്റു എം ടു. അകലത്തിൻ്റെ സ്ക്വയർ, സെൻറ്റർ ഓഫ് എർത്തിൽ നിന്ന് ഇവിടെ വരെ എത്ര അകലമുണ്ട്? എക്സ് എന്ന അകലമുണ്ട്. കാരണം തിയറിയിലെ വേരിയബിൾ ഞാൻ പറഞ്ഞു. അപ്പോൾ എക്സ് സ്ക്വയർ. ഈ ഫോഴ്സ് എഴുതി എന്തിനാണെന്ന് വെച്ചാൽ അപ്പോൾ എന്താണ്? എഫ് ഈക്വൽ ടു ജി എം ഇ എം ബൈ എക്സ് സ്ക്വയർ ഈസ് ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദാറ്റ് ബോഡി ഓഫ് മാസ് ചെറിയ എം ആൻഡ് എർത്ത് ഓഫ് മാസ് എം ഇ. ഇത്രയും ക്ലിയർ ആയോ? ഇത് എഴുതി എന്തിനാന്ന് വെച്ചാൽ ഞാൻ വർക്ക് എന്ന് പറയും, നമ്മൾ വർക്ക് എനർജി പവർ എന്നുള്ള ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഡി ഡബ്ല്യു എഴുതി പോകണമല്ലോ. ഡി ഡബ്ല്യു ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി എക്സ്. ഒരു ഡി എക്സ് കാണിക്കാൻ പോകും പടത്തിൽ. ഈ മാസ് കുറച്ചുകൂടി മാറ്റി ഇവിടെ എത്തിയെന്ന് വിചാരിക്കാം. ഈ അകലത്തെ ഞാൻ ഡി എക്സ് എന്ന് എഴുതാൻ എന്ന് വെച്ചാൽ നീങ്ങി തുടങ്ങിയ ബോഡി ഇത്ര ഹൈറ്റിൽ ചെന്നിട്ട് ഞാൻ തിരിച്ചു വരാത്ത രീതിയിൽ എറിയാൻ ഉദ്ദേശിക്കുന്നു. തിരിച്ചു വരാത്ത രീതിയിൽ എറിഞ്ഞു എന്ന് വിചാരിക്കട്ടെ, തിരിച്ചു വന്നില്ല. ആ പോണ പോക്കിൽ പോയ ഒരു ചെറിയ ദൂരത്തെയാണ് ഞാൻ ഡി എക്സ് എന്ന് വിളിക്കാൻ പോകും. ഡെൽറ്റ എക്സ് എന്നൊക്കെ എഴുതും. ഡെൽറ്റ എക്സ് ഒക്കെ തന്നെ ഉദ്ദേശിച്ച ഡി എക്സ് എന്നുണ്ടാവും. വലിയ വ്യത്യാസമൊന്നും. ഡെൽറ്റ എക്സ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു വലിയ വാല്യൂ ആണ്. ഡി എക്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വാല്യൂ. ഡെൽറ്റ എക്സും ഡി എക്സും വ്യത്യാസമുണ്ട്. ഈക്വൽ ടു ഞാൻ എഴുതിയാലും ചെറിയ വ്യത്യാസമുണ്ട്. ഡെൽറ്റ എക്സ് പറഞ്ഞാൽ ഇങ്ങനെ നീങ്ങി ഇവിടെ നിന്ന് ബോഡി ഇവിടെ എത്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വരാത്ത രീതിയിൽ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അത്ര സ്പീഡ് കൊടുത്തിട്ടുണ്ട്. ആ സ്പീഡ് എന്താണെന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകും. അങ്ങനെ പോകുന്ന വഴിക്ക് വേറെ ഒരു സ്ഥലം കൂടി ഞാൻ സങ്കല്പിച്ചു. അപ്പോൾ എവിടെ നിന്ന് എറിഞ്ഞുവോ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് ഒരു സ്ഥലം കൂടി സങ്കല്പിച്ചു. ആ ദൂരത്തെ ഞാൻ ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ ഡി എക്സ് എന്ന് വിളിച്ചത്. അതാണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് വർക്കാണ്. അതാണ് ഈ ഫോർമുല നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വർക്ക് എനർജി പറഞ്ഞുള്ള ചാപ്റ്റർ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് വർക്കാണ്. ഏത് ഫോഴ്സാണ് ഈ ഫോഴ്സ്? ഏത് ഫോഴ്സിനെ എതിർത്തുകൊണ്ടാണ് മൂവ് ചെയ്യുന്ന ബോഡി? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ എതിർത്തുകൊണ്ടാണ് ബോഡി മൂവ് ചെയ്യുന്നത്. നമ്മൾ വർക്ക് ഡൺ പഠിച്ചിട്ടുണ്ട്. വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഉണ്ട്, വർക്ക് ഡൺ എഗൻസ്റ്റ് എ ഫോഴ്സ്. വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഫോഴ്സ് ആ ബൈ എ ഫോഴ്സ് വന്ന ഫോഴ്സാണ്. വർക്ക് ഡൺ എഗൻസ്റ്റ് എ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ആ ഫോഴ്സ് ആ എഗൻസ്റ്റ് എ ഫോഴ്സ് പറയുന്ന ഫോഴ്സ് ഏതാണോ അതാണ്. എഗൻസ്റ്റ് എ ഫോഴ്സിന് രണ്ട് എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഫ്രിക്ഷനെതിരായി ചെയ്യുന്ന വർക്ക്, ഒന്ന് ഗ്രാവിറ്റിക്ക് എതിരായി ചെയ്യുന്ന വർക്ക്. ഇവിടെ പറയുന്നത് ഗ്രാവിറ്റിക്ക് എതിരായി ചെയ്യുന്ന വർക്കാണ്. ആക്സിലറേഷൻ ഭൂമിയുടെ പുള്ളിങ് ഫോഴ്സിനെ എതിർത്തുകൊണ്ടാണ് ബോഡി മൂവ് ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മളൊരു സെന്റൻസ് എഴുതാൻ പാടും. ലെറ്റ് ഡി ഡബ്ല്യു റെപ്രസെന്റ് എ സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ടു ബി ഡൺ. ലെറ്റ് ഡി ഡബ്ല്യു റെപ്രസെന്റ് എ സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ടു ബി ഡൺ. Let dW represent a small amount of work to be done to displace the body. Let dW represent a small amount of work to be done to displace the body. To displace the body through എന്ന് പറയുമ്പോൾ അത്രയും through dx. Through dx. ഈ dx എന്നാണ് through dx. Therefore dW equal to f dx. Therefore dW equal to f dx is the work done. ബ്രാക്കറ്റിൽ എഴുതാം വർക്ക് equal to force into displacement.
ഇങ്ങനെ എഴുതിയാൽ പെട്ടെന്ന് മനസ്സിലാവും. വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ആ ഫോഴ്സിന്റെ വാല്യൂ കോപ്പി ചെയ്യും. അപ്പൊ ഡി ഡബ്ല്യു ഇറക്കി എഴുതി പോകണോ കൂട്ടത്തില്. ഡി ഡബ്ല്യു ഈക്വൽ ടു ക്യാപിറ്റൽ ജി ഇൻറ്റു എം ഇ ഇൻറ്റു എം ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. അത് ഞാൻ ഡി ഡബ്ല്യു എന്ന് പറഞ്ഞ് അല്ല എഫ് എന്ന് പറഞ്ഞ് കോപ്പി ചെയ്തു. ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ഡി എക്സ്. ഇപ്പം ഞാൻ ചെറിയൊരു വർക്കിന്റെ ഫോർമുല എഴുതി വച്ചേക്കാം. ഇവിടുത്തെ ഈ എക്സ് കൂടി വെട്ടാൻ പാടില്ല കേട്ടോ. എന്നാൽ അങ്ങനെ ഒരു ക്ലാസ് എടുത്തപ്പോൾ ഒരാൾ ചോദിച്ചു കഴിഞ്ഞ ദിവസം, ഈ എക്സ് കൂടി വെട്ടിക്കൂടെ? ഇത് ഡി ഇൻറ്റു എക്സ് അല്ല. ഇത് ഡി ഇൻറ്റു എക്സ് ആണെങ്കിൽ ഈ എക്സ് സ്ക്വയറിന്റെ എക്സും കൂടി എടുത്ത് വെട്ടാം. ഡി ഇൻറ്റു എക്സ് അല്ല, ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വാല്യൂ, അതൊരൊറ്റ വാല്യൂ ആണ്. അല്ലാതെ ഇവിടുത്തെ ഈ എക്സ് കൂടി വെട്ടാൻ പാടില്ല. നോ മീനിങ് അങ്ങനെ വെട്ടിയാൽ. ഡെൽറ്റ എക്സിന്റെ എന്ന് വെച്ചാൽ അതിന് ഡെൽറ്റ എക്സിനേക്കാളും ചെറിയൊരു വാല്യൂ അതാണ് ഡി എക്സ്. അത് അവിടെ അങ്ങനെ നിർത്തിക്കോണം. അപ്പൊ let dw represent a small amount of work to be done to displace the body through dx എന്നാണ് എഴുതി. ആ dw ഫോർമുല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇത് എനിക്ക് ആവശ്യമുള്ളത് എനിക്ക് മാറ്റാം. കുറച്ചധികം നമുക്ക് ബോർഡിൽ എഴുതേണ്ടത് കൊണ്ടാണ് ഞാൻ കൂട്ടത്തിൽ എഴുതിക്കുന്നത്. മാച്ച് എഴുതേണ്ടി വരും. ഇനി ഞാൻ എഴുതാൻ പോകുന്നത് ടോട്ടൽ വർക്ക് ആണ്. അടുത്ത സ്റ്റെപ്പ് w ഈക്വൽ ടു ഇന്റഗ്രൽ ഡി ഡബ്ല്യു എക്സ് ഈക്വൽ ടു ചെറിയ ആള് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇതിങ്ങനെ ഒന്ന് എഴുതി വെച്ചേ, ഞാൻ എന്താന്ന് പറയാന്നിട്ട്. എക്സ് ഈക്വൽ ടു ചെറിയ ആറ് അടിയിൽ, എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി മുകളിൽ. ഇന്റഗ്രലിനാണ് ഈ ചിഹ്നം കേട്ടോ. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് ചില കുട്ടികളിലൂടെ പഠിക്കാൻ പറ്റും. അവര് എന്നോട് ഇത് ഡെറൈവ് ചെയ്തപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഇതിങ്ങനെ ബുക്കുകളിലും കാണാൻ ഇങ്ങനത്തെ ഒരു സാധനം, ഞാഞ്ഞൂളുമായിരിക്കുന്ന ഒരു സാധനം. എന്താ ഇത്? ഞാഞ്ഞൂളൊന്നുമല്ല, നേരത്തെയല്ല, പഴുതാരയല്ല. ഇന്റഗ്രൽ മീൻസ് സമ്മേഷൻ, ഇന്റഗ്രേഷൻ മീൻസ് സമ്മേഷൻ. സമ്മേഷൻ ആഡ് ചെയ്യാം. നിങ്ങളെ സ്കൂളുകളിലൊക്കെ സിഗ്മ എന്നൊരു ചിഹ്നം പഠിച്ചിട്ടുണ്ട്. ഇത് സമ്മേഷന്റെ സിമ്പിളാണ്. ഇത് തന്നെ സംഭവം, ഇത് തന്നെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാലോ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ സിഗ്മ എന്ന് പറഞ്ഞാൽ കൂട്ടുക എന്നാണ് മീനിങ്. ആ സിഗ്മ നിങ്ങൾ സ്കൂളിലൊക്കെ ഇത് പഠിച്ചിട്ടുണ്ടാവണം. സിഗ്മ, ഇത് സിഗ്മ എന്ന് പറയും. അതിന് വേറൊരു കുറച്ചുകൂടി മീനിങ് ഫുൾ ആയിട്ട് ഞാൻ ഇന്റഗ്രൽ എഴുതിയാൽ മീനിങ് അത് തന്നെ. ഈ ഇപ്പൊ ഇങ്ങനെ എഴുതിയിട്ട് ഈ രണ്ടു വശം കൂടി ഞാൻ വലിച്ചു കഴിഞ്ഞാൽ ഇതേമാതിരി വള്ളി മതി. അപ്പോൾ ഈ സിഗ്മ എന്നുള്ള സമ്മേഷനാണ് മീനിങ്, ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ സമ്മേഷനാണ് മീനിങ്. ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. നമുക്കത് മാത്തമാറ്റിക്സിൽ അടുത്ത വർഷം പഠിക്കും. മാത്സ് പഠിക്കുന്ന ആൾക്കാർ, മാത്സ് എല്ലാവരും മാത്തമാറ്റിക്സുകാരാണല്ലോ, മാത്സ് പഠിക്കുന്ന ആൾക്കാർ അടുത്ത വർഷം കാൽക്കുലസിൽ ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷൻ പഠിക്കും. അതിൽ ഈ സംഭവം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. നമുക്ക് ഫിസിക്സിൽ കുറച്ച് കാര്യം വരും. സമ്മേഷൻ എന്നുള്ള മീനിങ്ങിലാണ് ഞാൻ ഈ ചിഹ്നം യൂസ് ചെയ്തത് കേട്ടോ. ഇവിടെ ഇനിയിപ്പോൾ അതൊന്ന് മാറ്റോട്ടെ. ഇന്റഗ്രൽ ഡി ഡബ്ല്യു ഈക്വൽ ടു ടോട്ടൽ വർക്ക് ഡൺ എഴുതി വയ്ക്കും. ടോട്ടൽ വർക്ക് ഡൺ എന്തിന്? ടോട്ടൽ വർക്ക് ഡൺ എന്തിന്? ഈസ് ദി ടോട്ടൽ വർക്ക് ഡൺ, ഈസ് ദ ടോട്ടൽ വർക്ക് ഡൺ ടു മൂവ് ദ ബോഡി ഫ്രം, ഈസ് ദി ടോട്ടൽ വർക്ക് ഡൺ ടു മൂവ് ദ ബോഡി ഫ്രം എക്സ് ഈക്വൽ ടു ആർ ടു എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ എഴുതിയ സെന്റൻസ് കേട്ടോ. ഡബ്ല്യു ഈക്വൽ ടു ഇന്റഗ്രൽ ഡി ഡബ്ല്യു. ആ ഇന്റഗ്രൽ എന്നുള്ള ചിഹ്നത്തിന് താഴെ എക്സ് സമം ആർ എന്ന് എഴുതണം, ചെറിയ ആർ. മുകളില് എക്സ് ഈക്വൽ ഇൻഫിനിറ്റി എന്ന് എഴുതണം. ഞാൻ പറയാം എന്താ സംഭവം. ഡി ഡബ്ല്യു അതിനിപ്പുറത്ത് എഴുതി ഈസ് അല്ലെങ്കിൽ ഈക്വൽ ടു ദി ടോട്ടൽ വർക്ക് ഡൺ ടു ഡിസ്പ്ലേസ് ദ ബോഡി ഫ്രം എക്സ് ഈക്വൽ ടു ആർ ടു എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി. എവിടെന്നാ എറിയുന്നത്? എക്സ് ഈക്വൽ ടു ആർ. എവിടേക്ക് എറിയണം? എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അതിനാണ് എക്സ് എന്ന വേരിയബിൾ വേണം. എവിടെന്നാ എറിയാൻ പോണേ? എവിടെന്നാണ് എറിയാം? എവിടെന്നാണ് എറിയാൻ പോണേ? ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് എറിയാൻ വരട്ടെ, അത് അവസാനം നമുക്ക് ചെയ്യാം. ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് ഒരു പ്രത്യേക ഹൈറ്റിൽ പോയിട്ട് അവിടെ നിന്നാണ് എറിയാൻ പോകുന്നത്. എത്ര ഹൈറ്റ് പോകാം? 2000 കിലോമീറ്റർ മുകളിൽ പോയിട്ട് അവിടെ നിന്ന് എറിയാം തിരിച്ചു വരാത്തിരി. അല്ലെങ്കിലോ 3000 കിലോമീറ്റർ മുകളിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് എറിയാം മുകളിലേക്ക് തിരിച്ചു വരാത്തിരി. എവിടെ നിന്ന് എറിയാം? എത്ര സർഫസിൽ നിന്ന് എറിയാം. അങ്ങനെയാണ് ഹൈറ്റ് 0 ആയിട്ട്, അത് അവസാനം. ഇപ്പൊ ജനറലി പറയാൻ പോണേ എവിടെ നിന്ന് എറിയാൻ പോകും? ഫ്രം എക്സ് ഈക്വൽ ടു ആർ. ഈ ആറിന് എന്തൊരു വിലയുണ്ട്. ഈ ആർ എന്ന് പറഞ്ഞാൽ വലിയ ആറ് പ്ലസ് എച്ച് ആണ്. ഈ ആറ് വലിയ ആറ് പറഞ്ഞാൽ 6500 കിലോമീറ്റർ, എച്ച് 2000 കിലോമീറ്റർ. അപ്പോൾ ആർക്ക് ഈ ചെറിയ ആറിൻ്റെ വില അങ്ങനെയാണ്. 6500, 2000, 8500 കിലോമീറ്റർ മുകളിൽ നിന്നാണ് സെൻറ്റർ എന്ന് പറയുമ്പോൾ 8400 കിലോമീറ്റർ. ഇവിടെ നിന്ന് ഇവിടെ വരെ 6400, ഇതൊരു 2000 കിലോമീറ്റർ. അപ്പോൾ 6500, 2000, 8400 കിലോമീറ്റർ സെൻറ്റർ എന്ന് പറയുമ്പോൾ. വേറെ എച്ച് എടുക്കാം 3000 കിലോമീറ്റർ.
ഈ എച്ച് എന്ന് പറയുന്നത് 3000 കിലോ. അപ്പോൾ ആർ പ്ലസ് എച്ച് എന്ന് പറയുന്നത് എക്സിന്റെ വേറെ വിലയാണ്. അങ്ങനെയാണ് 6500 3000 9400 കിലോമീറ്റർ മുകളിൽ ചെന്നിട്ട് എറിയാം തിരിച്ചു വരാത്ത രീതി. എവിടെ നിന്ന് എറിയുന്നു എന്നുള്ളതാണ് വിഷയം. എവിടെ നിന്ന് എറിയുന്നു? ഫ്രം എക്സ് ഈക്വൽ ടു ആർ. അത് നമുക്ക് തീരുമാനിക്കാം. എവിടെ നിന്ന് എറിയാന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ടു എവിടേക്ക് എറിഞ്ഞാലേ തിരിച്ചു വരാതിരിക്കുള്ളൂ. ഇൻഫിനിറ്റ് ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകണം. അവിടെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വില 0 ആകുന്നത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അറ്റ് ഇൻഫിനിറ്റ് ആൾട്ടിറ്റ്യൂഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0. ഇവിടെ തിരിച്ചു വരാതിരിക്കുള്ളൂ എന്ന് വെച്ചാൽ അത്ര ദൂരേക്ക് നീക്കേണ്ടി വരും. അതിന് എത്ര വെലോസിറ്റി കൊടുക്കണം എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെ തുടങ്ങി? dw ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി എക്സ്. ആ എഫ് ഇൻറ്റു ഡി എക്സിനെ dw, അത് ചെറിയ വർക്കാണ്. അതും ചെറിയ ഇത്ര നീക്കാൻ വേണ്ടുന്ന വർക്കാണ്. അതിന്റെ ടോട്ടൽ വാല്യൂ ആണ് ഡബ്ല്യു. അപ്പൊ സമ്മപ്പ് ചെയ്യണം. ഇവിടെ നിന്ന് ഇവിടെ വരെ നീക്കാൻ വേണ്ടുന്ന വർക്ക് ചെറിയൊരു dw എന്ന വർക്കാണെങ്കിൽ വീണ്ടും ഒരു dx നീക്കാൻ ഒരു dw വർക്ക് ഇനി വേണം. വീണ്ടും ഒരു dx നീക്കാൻ വീണ്ടും ഒരു dw വർക്ക് വേണം. വീണ്ടും ഒരു ds ആൾ നീക്കാൻ അത്രയും കൂടി വർക്ക് ഇനിയും വേണം. അപ്പൊ കുറെ dw's എടുത്ത് ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് w. മീനിങ് മനസ്സിലായോ? dw പ്ലസ് dw പ്ലസ് dw പ്ലസ് dw പ്ലസ് അത് കുറെ dw എടുത്ത് ആഡ് ചെയ്യാം. ഒരു w കിട്ടും, വലിയൊരു വർക്ക് കിട്ടും. ആ വർക്കാണ് w. സോ w ഈസ് ദ ടോട്ടൽ വർക്ക്. ടോട്ടൽ എന്നുള്ള മീനിങ്ങിലാണ് ഈ ചിഹ്നം യൂസ് ചെയ്യുന്നത്. ഇന്റഗ്രൽ dw. എന്നിട്ട് നമ്മൾ ആ dwനെ നമ്മൾ കോപ്പി ചെയ്യാൻ പോകണം കേട്ടോ. ഈ വാല്യൂ അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതിക്കൊള്ളൂ കേട്ടോ. w ഈക്വൽ ടു ഇന്റഗ്രൽ. ഇനിയിപ്പോൾ എക്സ് ഈക്വൽ ടു എന്ന് എഴുതിയില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല. എക്സ് ഈക്വൽ ടു എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ് അവിടെ. w ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ഈക്വൽ ടു പ്രത്യേകിച്ച് എഴുതിയില്ല എന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ല. അത് മുകളിലത്തെ സ്റ്റെപ്പിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് അണ്ടർസ്റ്റുഡ് ആണ്. ഇങ്ങനെ എഴുതി ആർ ടു ഇൻഫിനിറ്റി എന്ന് വായിച്ചു. എക്സ് ഈക്വൽ ടു എന്നാണ് മീനിങ് കേട്ടോ. ഇവിടെ എക്സ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു എന്നുണ്ട്. ഇനി ആ dwന്റെ സ്റ്റെപ്പ് നേരത്തെ എഴുതിയല്ലോ, അത് കോപ്പി ചെയ്യാം. ക്യാപിറ്റൽ G ഇൻറ്റു m ഇൻറ്റു m ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ dx. മനസ്സിലായിരുന്നു? ആ വാല്യൂ എടുത്ത് കോപ്പി ചെയ്തു. ആ dw എന്ന ചെറിയ വർക്ക് ഉണ്ടല്ലോ, ആ വാല്യൂ എടുത്ത് കോപ്പി ചെയ്തു. ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരവാണ് നമ്മളുടെ തിയറി. ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് പഠിക്കാം. നിങ്ങൾ ഇന്റഗ്രേഷൻ പഠിക്കാത്ത സ്ഥിതിക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടി വരും. സിമ്പിളാണ്, എഴുതി പോകണോ. w ഈക്വൽ ടു ക്യാപിറ്റൽ G പുറത്തേക്ക് ഇട്ടു. കോൺസ്റ്റൻസിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. മാസ് ഓഫ് എർത്തിനെ പുറത്തേക്ക് ഇട്ടു. എറിയുന്ന ബോഡിയുടെ മാസ് ചെറിയ അതും പുറത്തേക്ക് ഇട്ടു. എന്നിട്ട് ഇന്റഗ്രൽ എന്ന ചിഹ്നം കൊടുത്തു. മനസ്സിലാക്കി എഴുതിപ്പോ അടിയിൽ 6 എന്ന് എഴുതി, മുകളിൽ ഇൻഫിനിറ്റി എന്ന് എഴുതി. എന്നിട്ട് 1/x² എന്ന് അവിടെ ചേർത്തു. dx അകലത്തെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ dx കയറി വന്നതിൻ്റെ അതാണ് 1/x² dx ആണ് ഈ ഇന്റഗ്രേഷൻ്റെ ഉള്ളിൽ പെടുത്തിയത്. എന്നൊരു പറയാം, കോൺസ്റ്റൻസിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്നാണല്ലോ പറയണേ. ക്യാപിറ്റൽ G 6.67 × 10⁻⁻11 SI യൂണിറ്റ് ഒരു ഫിസിക്സിലെ കോൺസ്റ്റന്റ് ആണ്. എർത്തിന്റെ മാസ് ഒരു കോൺസ്റ്റന്റ് ആണ്. എന്താണെന്നറിയാമോ? 6 × 10⁻24 കിലോഗ്രാം. എർത്തിന്റെ മാസം 6 × 10⁻24 കിലോഗ്രാം. ഇതൊരു കോൺസ്റ്റന്റ് ആണല്ലോ. ഭൂമിക്ക് ഒരു ഭാരമുണ്ട്. ഭൂമിയുടെ ഭാരം ഇത്രയാണ്, 6 × 10⁻24 കിലോഗ്രാം. നമ്മളെങ്ങും വന്നില്ല ഇതുവരെ. ഞാൻ ഇപ്പം ആദ്യമായിട്ട് പറയണമെന്ന് മാത്രം. മുമ്പ് പറഞ്ഞോന്ന് ഞാൻ ഓർക്കുന്നില്ല. 6 × 10⁻24 കിലോഗ്രാം കോൺസ്റ്റന്റ് ആണ്. എറിയുന്ന ബോഡിക്ക് ഒരു മാസം ഉണ്ടല്ലോ. ഞാൻ എറിയുന്ന ആരെയാണ്? ഒരു 5 കിലോ മാസമുള്ള ബോഡിയാണ് തിരിച്ചു വരാത്ത രീതിയിൽ എറിയുന്നത്. അല്ല 10 കിലോ. നമ്മൾ എറിയുന്ന ബോഡിക്ക് ഒരു നിശ്ചിത മാസം ഉണ്ട്. നമ്മളെ അടുത്തുനിന്ന് എറിയുന്നു, ആ ബോഡിക്ക് ഒരു മാസം ഉണ്ട്. ആ മാസം കോൺസ്റ്റന്റ് പുറത്തേക്ക് പോയി. ബാക്കി ഇന്റഗ്രേഷനിൽ പെടുത്തി 1/x² dx ആണ് ബാക്കി. ഇതെല്ലാം പുറത്തേക്ക് പോയി ഇന്റഗ്രേഷൻ. അത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. 1/x² dx ഇറക്കി ഓർഡറി ആയിട്ടോ. നമ്മുടെ സ്റ്റെപ്പ് ഓർഡറി ആയി പ്രൊസീഡ് ചെയ്യാൻ കേട്ടോ. ഇനി ഞാൻ പറയുന്ന റൂള് പഠിച്ചാലേ പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഞാൻ പറയാൻ പോകുന്ന റൂള് നോക്കണം. കാൽക്കുലസ് പഠിക്കാത്തതുകൊണ്ട് ഫിസിക്സിൽ അല്പം വേണ്ടി പറയണേ. നോക്കിയിരുന്നാൽ മതി തൽക്കാലം. ഇന്റഗ്രൽ x⁻n dx ഈക്വൽ ടു x⁻n+1/n+1. ഈ റൂൾ അറിയണം, എന്നാലേ ഇനി നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്റഗ്രൽ x⁻n dx ഈക്വൽ ടു x⁻n+1/n+1. ആ റൂൾ ഞാൻ അവിടെ കൊണ്ടുവരാൻ പോകും. ഇതവിടെ നിർത്തി, ഇതിനൊന്നും ചെയ്യില്ല. അങ്ങനെ തന്നെ എഴുതിപ്പോ GMEM അങ്ങനെ തന്നെ ഇനി പ്രൊസീഡ് ചെയ്യും. ഇത് സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. ഇത് സിംപ്ലിഫൈ ആണ്, ഈ റൂൾ അറിയേണ്ടി വരും. എന്താ ഈ റൂൾ ഒന്ന് നോക്കി പഠിച്ചെടുക്കാൻ. ഇപ്പൊ തന്നെ ഇപ്പൊ എഴുതാൻ പറയട്ടെ. ഇന്റഗ്രൽ x⁻n dx ഈക്വൽ ടു x⁻n+1/n+1. അപ്പൊ നിങ്ങളൊരു സ്റ്റെപ്പ് എഴുതിക്കോ. വി നോ ദാറ്റ്, അത് നമുക്ക് തൽക്കാലം അറിയാൻ നമ്മൾ പറയാണ്. വി നോ ദാറ്റ് ഇന്റഗ്രൽ x⁻n dx ഈക്വൽ ടു x⁻n+1/n+1. ഇത് ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ പോകണം കേട്ടോ. ഇത് ഈ ഒരു സ്റ്റെപ്പ് കൂടി മാസ്റ്ററുണ്ട്.
ഈ സ്റ്റെപ്പ് നമുക്ക് ആവശ്യമില്ല, നമ്മൾ എഴുതി കഴിഞ്ഞപ്പോൾ. ഇനി ഇവിടെ ഒന്ന് നോക്കിയാൽ ഡബ്ല്യു ഈക്വൽ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതിക്കും. ഡബ്ല്യു ഈക്വൽ ക്യാപിറ്റൽ ജി ഇൻറ്റു എർത്തിൻ്റെ മാസം എം ഇ എറിയുന്ന പോയിന്റ് മാസം എം. അത് കഴിഞ്ഞ് ഇൻ്റഗ്രൽസിനെ കൊടുത്തു. ആർ ടു ഇൻഫിനിറ്റി എന്ന ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻസ് എഴുതി വച്ചു മറക്കാതെ. 1/x² ഞാൻ x⁻² എന്നാക്കാൻ പോകും. x⁻² ആണല്ലോ, 1/x² എന്ന് പറഞ്ഞാൽ x⁻² ആണല്ലോ. x² ഡിനോമിനേറ്ററിലല്ലേ, ന്യൂമറേറ്ററിലേക്ക് എടുത്താൽ എക്സിന്റെ പവർ -2 ആയില്ലോ. ഇതിൽ നിന്ന് ഇതിലേക്ക് വരാൻ വലിയ പാടൊന്നുമില്ലല്ലോ. GMEM അങ്ങനെ കോപ്പി ചെയ്തു. ഡബ്ല്യു ശരി ഈക്വൽ ടു എഴുതി. ഇന്റഗ്രൽ ചിഹ്നം കൊടുത്തു, സമ്മേഷൻ എന്നുള്ള മീനിങ് ആണ്. ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ ആറ് ഇൻഫിനിറ്റി ഒക്കെ എഴുതി. ശരി 1/x² തന്നെയാണല്ലോ x⁻². അത് ഈ ഫോമിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. 1/x² എനിക്ക് ഈ ഫോമിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 1/x² ഇങ്ങനെ ആക്കിയത്. ഈ 1/x² എങ്ങനെ ആക്കിയത് മനസ്സിലായോ? 1/x² തന്നെയല്ലേ x⁻². അപ്പൊ എനിക്ക് ഈ സ്റ്റെപ്പ് ആക്കിയാലോ? ഈ സ്റ്റെപ്പിന് ആവശ്യമില്ല, അത് ഞാൻ അവിടെ വരെ കോപ്പി ചെയ്തിടും. ഇനി ഈ റൂളിൽ എടുത്ത് അപ്ലൈ ചെയ്യാൻ പോകണം. മനസ്സിലാക്കിയിട്ട് എഴുതാം കേട്ടോ. ഇവിടെ n എന്ന സംഖ്യ ഇവിടെ -2 ആണ്. അപ്പൊ n+1 എന്ന് പറയുന്ന സംഖ്യ x⁻n dx. ആ n എന്ന് പറയുന്ന സംഖ്യ ഇവിടെ എത്രയാ? ഇവിടെ x⁻n dx വായിച്ച x⁻n dx. അപ്പൊ എന്ന സംഖ്യ ഇവിടെ എത്രയാ? -2. അപ്പൊ ഇനി ഞാൻ സിംപ്ലിഫൈ ചെയ്യാൻ പോകണം. therefore ഇന്റഗ്രൽ ഈ സ്റ്റെപ്പ് എടുത്ത് തരണം. x⁻² dx ഈക്വൽ ടു ഇവിടെ നോക്കി കോപ്പി ചെയ്യാൻ പോകണം കേട്ടോ. മുകളിൽ നോക്കി കോപ്പി ചെയ്യാൻ പോകണം. മനസ്സിലാക്കിയിട്ട് ഇനി എഴുതിപ്പോളൂ. ഈക്വൽ ടു x⁻² -2 + 1 ഡിവൈഡഡ് ബൈ -2 + 1. ആ റൂൾ അവിടെ അപ്ലൈ ചെയ്തു. ഈ റൂള് ബൈഹാർട്ട് ചെയ്യാം തൽക്കാലം. ഏതാണ്? ഇന്റഗ്രൽ x⁻n dx എന്നുള്ളതിന്റെ റിസൾട്ട് x⁻n+1/n+1 ആണ്. അപ്പൊ വേറെ എക്സാമ്പിൾ പറയട്ടെ. ഇന്റഗ്രൽ x³ dx എത്രയാ? x⁻4/4. ഇന്റഗ്രൽ x⁻5 dx എത്രയാ? x⁻6/6. ഇന്റഗ്രൽ x⁻10 dx എത്രയാ? x⁻11/11. ഇന്റഗ്രൽ x⁻−5 dx അവിടെ പവർ -5. x⁻−5 + 1/-5 + 1 എന്ന് വെച്ചാൽ -4. x⁻−4/-4. അതേമാതിരി ഇവിടെ x⁻2 dx സിംപ്ലിഫൈ ആണ്. x⁻2 ഇതാണ് n എന്ന സംഖ്യ, ഇവിടുത്തെ n എന്ന സംഖ്യ -2 + 1/-2 + 1. ഇതെന്ത് സംഭവം? x⁻2 + 1 നടത്തുക. x⁻−1 അടിയിലോ -2 + 1 -1. ഇതെന്താ സംഭവം? -1/x ആണ് ഈ എഴുതിയേക്കണേ. ഈക്വൽ ടു -1/x. നോക്കാം, ഈ നെഗറ്റീവ് ഒന്നില്ലേ, ആ നെഗറ്റീവ് ഞാൻ ഇവിടെ ഇറക്കിയത്. നെഗറ്റീവ് ഒന്നുകൊണ്ട് ഹരിച്ചാലും ഗുണിച്ചാലും നെഗറ്റീവാണ്. ഒന്നുകൊണ്ട് ഹരിച്ചാലും ഗുണിച്ചാലും വിലയ്ക്ക് വ്യത്യാസം വരും. ഒന്നൊന്ന സംഖ്യയുടെ പ്രത്യേകത വേറെ ആരെയും ഒന്ന് വെച്ച് ഗുണിച്ചാലും കുഴപ്പമില്ല, ഒന്നുകൊണ്ട് ഹരിച്ചാലും കുഴപ്പമില്ല. മൾട്ടിപ്ലിക്കേഷൻ ബൈ 1 ഓർ ഡിവിഷൻ ബൈ 1 ആൻസർ മാറില്ല. കാരണം 1 കൊണ്ടാണല്ലോ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൽ ഡിവൈഡ് ചെയ്യും. ഇവിടെ 1 കൊണ്ടാണല്ലോ ഡിവൈഡ് ചെയ്യുന്നത്. മൈനസ് ഉണ്ട്, മൈനസ്. x⁻⁻ എന്ന് പറഞ്ഞാൽ എന്താ? 1/x അല്ലേ? x⁻⁻1 വീണ്ടും ഞാൻ അടിയിലേക്ക് ഇറക്കിയത്. ഇത് x⁻⁻1 അല്ലേ? അതിന് ഞാൻ എഴുതാം 1/x എഴുതാം. ഈ നെഗറ്റീവ് ഉണ്ടല്ലോ, ഒന്നുകൊണ്ട് ഹരിച്ചാൽ വിലയ്ക്ക് വ്യത്യാസമല്ല, പക്ഷെ മൈനസ് ഉണ്ട്, ആ മൈനസ് ഇറക്കി. അപ്പൊ ഞാനിപ്പോ ഇന്റഗ്രൽ x⁻2 dx റിസൾട്ട് കിട്ടി. -1/x ആണ് റിസൾട്ട്. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പോകട്ടെ. ഇവിടെ ഞാൻ ഈ x⁻2 dx ഇന്റഗ്രേറ്റഡ് റിസൾട്ട് -1/x എന്ന് കോപ്പി ചെയ്യാൻ പോകണം. അപ്പൊ അടുത്ത സ്റ്റെപ്പില് therefore നിങ്ങൾ അവിടെ വരെ എഴുതി, ഇത് മാത്രം എടുത്ത് എഴുതി നോക്കും. ഇന്റഗ്രൽ x⁻2 dx ഈക്വൽ ടു x⁻2 + 1/-2 + 1 ഈക്വൽ ടു x⁻−1/-1 ഈക്വൽ ടു -1/x. ഇവിടെ വരെ കിട്ടിയിട്ട് ഇതെടുത്ത് കോപ്പി ചെയ്യും നമ്മൾ പഴയ സ്റ്റെപ്പിൽ. therefore w ഈക്വൽ ടു കുറച്ച് അധികം വേണം, അവിടെ മാച്ച് w ഈക്വൽ ടു ക്യാപിറ്റൽ J ഇൻറ്റു m ഇൻറ്റു m. അത്രയല്ലേ ഉള്ളൂ. ബ്രാക്കറ്റിന് പുറത്ത് അല്ല, ഇന്റഗ്രേഷൻ പുറത്ത്. ഇനി എന്ത് എഴുതണം? അത്രയല്ലേ ഉള്ളൂ, കാരണമല്ലോ ഇന്റഗ്രേഷൻ. ഇനി ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. ഇന്റഗ്രേഷൻ കഴിഞ്ഞു. ഇന്റഗ്രേഷൻ കഴിഞ്ഞാൽ പിന്നത്തെ സ്റ്റെപ്പ് ഇനി ഇന്റഗ്രൽ എന്നുള്ള ചിഹ്നം വേണ്ട. ഇന്റഗ്രേഷൻ ഇത് ഓവർ. -1/x റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു. നമ്മൾ ആ റൂൾ ഓഫ് ഇന്റഗ്രേഷൻ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് x⁻2 dx ഉത്തരം കിട്ടിക്കഴിഞ്ഞു. അത് -1/x ആണ്. ആ -1/x എടുത്ത് ബ്രാക്കറ്റിൽ കോപ്പി ചെയ്യുക. എന്നിട്ട് ലോവർ ലിമിറ്റ് x ഈക്വൽ ടു ഒന്നുകൂടി എഴുതിയാൽ നല്ലത്. ചെറിയ ആള് അപ്പർ ലിമിറ്റ് x ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇവിടെ ഇപ്പൊ x അടി കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ x ഈക്വൽ ടു ഒന്നുകൂടി എഴുതിയത്, കുറച്ചുകൂടി പെട്ടെന്ന് പറയാൻ വേണ്ടി. ഇവിടെ x കിടപ്പുണ്ട് വേരിയബിൾ.
അപ്പൊ ആ എക്സിന്റെ ലോവർ ലിമിറ്റ് ചെറിയ ആർ എവിടെ നിന്ന് എറിയുന്നു, എവിടേക്ക് എറിയുന്നു? ലോവർ ലിമിറ്റ് ഷോസ് ബോഡിയെ എവിടെ നിന്ന് എറിയുന്നു, തിരിച്ചു വരാത്ത രീതിയിൽ. അപ്പർ ലിമിറ്റിന്റെ മീനിങ് എവിടെ വരെ എറിയാവുന്നതാണ്, തിരിച്ചു വരാത്ത രീതിയിൽ. നമ്മൾ പൊക്കോളും തിരിച്ചു വരാത്ത രീതിയിൽ. അപ്പൊ ലോവർ ലിമിറ്റ് ഷോസ് ഫ്രം വെയർ യു ആർ ത്രോയിങ് എ ബോഡി. അപ്പർ ലിമിറ്റ് ഷോസ് അപ് ടു വാട്ട് പൊസിഷൻ യു ആർ ഏബിൾ ടു ത്രോ ഇറ്റ്, സോ ദാറ്റ് ഇറ്റ് വിൽ നെവർ കം ബാക്ക്. ഇൻഫിനിറ്റ് ആൾട്ടിറ്റ്യൂഡിലേക്ക് പോയപ്പോൾ തിരിച്ചു വരില്ലല്ലോ എന്തായാലും. അപ്പോൾ 1/x വിത്ത് മൈനസ് സൈൻ ആണ് ഇതിന്റെ റിസൾട്ട്. അത് ഞാൻ കോപ്പി ചെയ്തു. അപ്പോൾ പഴയ സ്റ്റെപ്പിനോ കൂടെ വരെ എത്തിയിട്ടോ. ഈ സ്റ്റെപ്പ് പിന്നെ നമ്മൾ ആവശ്യമില്ല, മാറ്റി കളയാം. ഇനി വേറെ അടുത്ത പരിപാടി മൈനസ് പുറത്തേക്കിടലാണ്. അടുത്ത സ്റ്റെപ്പിൽ എഴുതിക്കോളൂ. W ഈക്വൽ ടു നെഗറ്റീവ് ക്യാപിറ്റൽ G ഇൻറ്റു എർത്തിന്റെ മാസം എം ഇ, എറിയുന്ന ബോളിന്റെ മാസ് ചെറിയ. ഇനി ആ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കാൻ മറക്കല്ലേ. 1/x. ഇവിടെ നമ്മൾ എഴുതിയ ആ x ഈക്വൽ ടു 6, x ഈക്വൽ ടു ഇൻഫിനിറ്റി ഒക്കെ എഴുതാൻ മറക്കല്ലേ. x ഈക്വൽ ടു 6, x ഈക്വൽ ടു ഇൻഫിനിറ്റി, x ഈക്വൽ ടു 6, x ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നോക്കണം. W ഈക്വൽ ടു മൈനസ് ക്യാപിറ്റൽ G ഇൻറ്റു എർത്തിന്റെ മാസ് എം ഇ, എറിയുന്ന ബോളിന്റെ മാസ് ചെറിയ എം തന്നെ എഴുതി. ഇനി ബ്രാക്കറ്റ് ഇങ്ങനെ തന്നെ എഴുതി. ബ്രാക്കറ്റ് ഇത്തിരി നീക്കിയോടെ അവസാനിപ്പിക്കാം. ബ്രാക്കറ്റ് ഫില്ല് ചെയ്യാൻ പോകും. ബ്രാക്കറ്റ് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം. 1/x എക്സ് ആണ് വേരിയബിൾ. അതിന് ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കണം. ഇതിന്റെ പേരാണ് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു റൂൾ ഉണ്ട്. എന്താ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂഷന്റെ റൂള്? ആദ്യം അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എന്നിട്ട് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പർ ലിമിറ്റ് ആണ് എപ്പോഴും എക്സ് എന്ന വേരിയബിളിന് ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ലിമിറ്റ് ഓപ്പൺ ചെയ്യുന്ന റൂളാണ് ഈ പറയുന്നത് കേട്ടോ. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന റൂൾ എന്ന് വെച്ചാൽ എക്സ് എന്ന വേരിയബിളിന് അപ്പർ ലിമിറ്റ് ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/x എന്നുള്ള ടേം 1/∞ എന്നായി മാറും. ഈ മൈനസ് ഏതാന്ന് ചോദിച്ചാൽ ലിമിറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന മൈനസ് സൈൻ ആണ്. ഇത് കാൽക്കുലസിലെ നെക്സ്റ്റ് ഇയർ നിങ്ങൾ പഠിക്കും. ലിമിറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് എന്ന വേരിയബിളിന് ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുകയും മൈനസ് സൈൻ ഇട്ടതിന് ശേഷം എക്സ് എന്ന വേരിയബിളിന് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയും വേണം. ഇവിടെ പറയാം, എക്സ് ഇസ് എ വേരിയബിൾ, യു ഹാവ് ടു ഓപ്പൺ ദി ബ്രാക്കറ്റ്. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന രീതിയാണ് ഈ പറഞ്ഞത് ഇന്റഗ്രേഷനിൽ. 1/x = 1/∞. ശരി. 1/x = 1/r. ശരി. ഈ മൈനസ് സൈൻ ലിമിറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തെ റൂളാണ്. അല്ലാണ്ട് ഈ മൈനസ് അവിടെ വന്നു എന്ന് ചോദിച്ചാൽ അത് കാൽക്കുലസിൽ വരുന്നതാണ്. തൽക്കാലം എങ്ങനെ അറിയാം? അപ്പർ ലിമിറ്റ് ആദ്യം എക്സ് എന്ന വേരിയബിളിന് കൊടുത്തു. അപ്പോൾ 1/x ഉള്ളത് എന്തായി? 1/∞ എന്നായി. മൈനസ് സൈൻ ഇട്ടു. ഈ മൈനസ് സൈൻ ലിമിറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന മൈനസ് സൈൻ ആണെന്ന്. അത് കഴിഞ്ഞ് ലോവർ ലിമിറ്റ് 1/r. ഈ 1/∞ എത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ലൈൻ കൂടി മാറ്റണം. എത്രയാണ് 1/∞? 0. എനി ക്വാണ്ടിറ്റി ബൈ ഇൻഫിനിറ്റി 0 അല്ലേ? 1/∞ 0 അല്ലേ? അപ്പൊ W ഈക്വൽ ടു മൈനസ് ക്യാപിറ്റൽ G ഇൻറ്റു എം ഇൻറ്റു എം ഇൻറ്റു -1/r. -1/r. ഈ ടൈം 0 ആയിപ്പോയി. 1/∞ വില 0ആണ്. 0 - 1/r എന്നുള്ള എത്രയാണ്? 0 - 1/r -1/r. 0 - 5 എത്രയാണ്? -5. 0 - 8 എത്രയാണ്? -8. 0 - 1/r എത്രയാണ്? -1/r. മനസ്സിലായി? ഈ നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ബ്രാക്കറ്റാ. ഈ ടേം 0 ആണ്. 0 - 1/r എന്ന് പറഞ്ഞാൽ -1/r ആണ്. ഈ മൈനസ് കൂടി ചേർത്ത് പ്ലസ് ആവും. അടുത്ത സ്റ്റെപ്പിൽ W ഈക്വൽ ടു ക്യാപിറ്റൽ G ഇൻറ്റു എം ഇ ഇൻറ്റു എം ഡിവൈഡഡ് ബൈ ചെറിയ ആറ് തന്നെ കേട്ടോ. ആ ചെറിയ ആറ് ഇതൊരു കോളത്തിലാക്കി വെച്ചു. ഇത്രയും വർക്ക് ചെയ്യണം തിരിച്ചു വരാത്ത രീതിയിൽ എറിയാനായി. ഇത്രയും വർക്ക് ചെയ്യണം തിരിച്ചു വരാത്ത രീതിയിൽ എറിയാൻ. അപ്പോൾ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. എക്സ് എന്ന വേരിയബിളിന് ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് അപ്പർ ലിമിറ്റ് ആണ്. അപ്പോൾ 1/x എന്തായി? 1/∞ എന്നായി. മൈനസ് സൈൻ ഇട്ടിട്ട് അത് ലിമിറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന മൈനസ് സൈനാണ്. 1/x പിന്നെ എന്തെഴുതി? 1/r എന്നാക്കി. അപ്പോൾ 1/x = 1/∞ ഫസ്റ്റ് മൈനസ് 1/x എന്നുള്ളത് 1/r സെക്കൻഡ്. ഈ മൈനസ് ലിമിറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ മൈനസ് സൈനാണ്. 1/∞ 0ആണ്. 0 - 1/r എന്ന് പറഞ്ഞാൽ -1/r. അതാണ് -1/r. നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് എന്താണ്? നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് പോസിറ്റീവാണ്. അപ്പോൾ GMEM/r എനിക്കൊരു സ്റ്റെപ്പ് കിട്ടും. ഇതാണ് W എന്നുള്ളതിൻ്റെ മീനിങ്. എന്താ ഈ W? ടോട്ടൽ വർക്ക് ഡൺ ആണല്ലോ എഴുതിയത്. ഇന്റഗ്രൽ DW എന്ന് പറഞ്ഞ് എഴുതിയത് ടോട്ടൽ വർക്ക് ഡൺ ആണല്ലോ.
അപ്പൊ ടോട്ടൽ വർദ്ധനയിൽ ഫോർമുല കിട്ടും. ഇത്രയും വർക്ക് ചെയ്താലേ തിരിച്ചു വരാതിരിക്കുള്ളൂ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എഴുതാൻ പറ്റേ. ഈ ടോട്ടൽ വർദ്ധന നിങ്ങളിപ്പോൾ എഴുതാൻ പറ്റേ GME into M divided by R is equal to half into M into escape velocity square. ഇനി എഴുതാൻ പറ്റും കേട്ടോ. ഇത് കൈനറ്റിക് എനർജിയുടെ ഫോർമുലയാണ്. നമ്മൾ വർക്ക് എനർജി ഫോർമുല ചാപ്റ്ററിൽ പഠിച്ചു. ഹാഫ് ഇൻറ്റു മാസ് ഓഫ് എ ബോഡി ഇൻറ്റു അതിന് എത്ര വെലോസിറ്റി ഉണ്ടോ. ഞാൻ തിരിച്ചു വരാത്ത ഇത് എറിഞ്ഞ വെലോസിറ്റിയുടെ പേരാണ് അല്ലെങ്കിൽ സിമ്പിളാണ് വി. ഓർബിറ്റൽ വെലോസിറ്റി വി എന്ന് എഴുതി, എസ്കേപ്പ് വെലോസിറ്റി വി എന്ന് എഴുതി. ഹാഫ് ഇൻറ്റു എറിയുന്ന ബോഡിയുടെ മാസത്തെ എവിടെ കിടപ്പുണ്ട്, ഇതാണ് മാസ് ഓഫ് ബോഡി. പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് തിരിച്ചു വരാത്ത രീതിയിൽ. ആ മാസാണ് ഈ കോപ്പി ചെയ്യുന്ന മാസ്, ആ മാസ് തന്നെ ഈ മാസം തന്നെ എഴുതിയേക്കുന്ന മാസ്. ഹാഫ് ഇൻറ്റു മാസ് ഇൻറ്റു എറിഞ്ഞ വേഗതയുടെ സ്ക്വയർ. ഇതാണ് കൊടുത്ത കൈനറ്റിക് എനർജി. ഈ ടൈം എന്താണെന്ന് നമുക്ക് അറിയണം. ദിസ് ഈസ് എ കൈനറ്റിക് എനർജി ഇമ്പാർട്ടഡ് ടു ദ ബോഡി. അതാണ് ഇക്വേറ്റ് ചെയ്യാനാണ് ഞാൻ ചെയ്ത വർക്ക്. ആ ബോഡിക്ക് കൈനറ്റിക് എനർജിയാണ് കിട്ടി. ഞാൻ എന്തോരം വർക്ക് ചെയ്തു, തിരിച്ചു വരാത്ത രീതിയിൽ എറിയാൻ ഇത്രയും വർക്ക് ചെയ്തു. അതാണ് ഡെറൈവ് ചെയ്തത്. ഈ വർക്കിന്റെ ഡെറിവേഷനാണ് ഇത് ചെയ്തത്. ഇത്ര വർക്ക് ചെയ്തത് എന്തിനാ? തിരിച്ചു വരാത്ത രീതിയിൽ എറിയാൻ. തിരിച്ചു വരാത്ത രീതിയിൽ എറിയുമ്പോഴത്തെ കൈനറ്റിക് എനർജി ഓഫ് ബോഡി എത്രയാണ്? ഹാഫ് mv². This is a Ke imparted to the body so that it is not coming back. It is going. തിരിച്ചു വന്നില്ല, പോയി എറിഞ്ഞു. എവിടെ പോയി? നിങ്ങളുടെ അത്തിലേക്ക് തിരിച്ചു വന്നില്ല. തിരിച്ചു വരാത്ത രീതിയിൽ എറിയാൻ എത്ര വർക്ക് ചെയ്തു എന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. തിരിച്ചു വരാത്ത രീതിയിൽ എറിയാൻ ചെയ്യേണ്ടി വരുന്ന വർക്കാണ് W. അതിന്റെ ഫോർമുല പ്രൂവ് ചെയ്തു. അതിനെ എന്തായി ഇക്വേറ്റ് ചെയ്യാം? ഈ കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി വി വച്ചിട്ട് എഴുതുന്ന Ke, ഹാഫ് ഇൻറ്റു മാസ് ഇൻറ്റു വെലോസിറ്റിയുടെ സ്ക്വയർ. അതാണ് കെയുടെ ഫോർമുല. അപ്പൊ നമ്മൾ ചെയ്ത വർക്ക് ബോഡിക്ക് തിരിച്ചു വരാത്ത രീതിയിൽ എനർജി ആയി കിട്ടി. തിരിച്ചു വരാത്ത രീതിയിൽ ഒരു എനർജി ഉണ്ടെങ്കിലേ തിരിച്ചു വരാതിരിക്കുള്ളൂ. എന്തോരം എനർജിയിലാണ് തിരിച്ചു വരാതെ, എത്ര എനർജി കിട്ടിയപ്പോഴാണ് തിരിച്ചു വരാതിരുന്നത്? ഹാഫ് ഇൻറ്റു മാസ് ഓഫ് ദ ബോഡി ത്രോൺ, എറിഞ്ഞ ബോഡിയുടെ കല്ലാണെങ്കിൽ കല്ലിന്റെ മാസ്, ഇൻറ്റു അതിനെ എറിഞ്ഞ വെലോസിറ്റിയുടെ സ്ക്വയർ. ഇതാണ് ചെയ്ത വർക്ക്. വർഡൺ ഇതാണ് വർക്ക് എനർജി തിയറി എന്നൊക്കെ പറയും. ഒരു ബോഡിയിൽ ചെയ്യുന്ന വർക്ക് ആ ബോഡിക്ക് ഏതെങ്കിലും തരത്തിലുള്ള എനർജി ആയി. നമ്മളതിനെ വലിച്ചെറിഞ്ഞപ്പോൾ അതിന് എന്താ സംഭവിച്ചത്? വെലോസിറ്റി കിട്ടി. എത്ര വെലോസിറ്റി അവിടേക്ക് വരാം. ആ വെലോസിറ്റി വെച്ചിട്ട് അതിന് എന്ത് കിട്ടി? ഒരു Ke കിട്ടി. അത് നമ്മൾ ചെയ്ത വർക്ക് തന്നെയാണല്ലോ. അപ്പൊ ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എഴുതുന്നത് ദിസ് വർക്ക് ഡൺ. ഇനി നോട്ട് എഴുതുന്നത് ദിസ് വർക്ക് ഡൺ ഈസ് ഇമ്പാർട്ടഡ് ടു ദ ബോഡി. ദിസ് വർക്ക് ഡൺ ഈസ് ഇമ്പാർട്ടഡ് ടു ദ ബോഡി as its kinetic energy, so that this work done is imparted to the body as its kinetic energy, so that GMEM by R equal to half mv². This work done is imparted to the body as its kinetic energy, so that ഈ ബോഡിയിൽ ചെയ്ത വർക്ക് ബോഡിക്ക് കൈനറ്റിക് എനർജി ആയി കിട്ടി. സോ ദാറ്റ് GMEM by R equal to half into M into v². ഇവിടെ ഈ M ഏതാ? എറിഞ്ഞ ബോഡിയുടെ മാസ്. ഇവിടെ M ഏതാ? ആ മാസ്. ഇത് വെട്ടാമോ? തീർച്ചയായിട്ടും വെട്ടാം. അപ്പൊ വിയുടെ ഫോർമുലയിലേക്ക് വരാൻ പോകണം കേട്ടോ. Therefore V is equal to root of ഈ രണ്ട് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ. ഒരു സ്റ്റെപ്പേ ഒഴിവാക്കി എത്ര ഉള്ളൂ? 2 into GME എന്ന് എഴുതാലോ. ഈ രണ്ട് വെച്ച് അങ്ങോട്ട് ഗുണിച്ചാൽ മുകളിലേക്ക്, അല്ലെങ്കിൽ ഇവിടെ 2 കൊണ്ട് ഗുണിക്കുക, ഇവിടെ 2 കൊണ്ട് ഗുണിക്കുക, ആ 2 ഇവിടെ വെച്ച് വെട്ടുന്നുണ്ട്. ഇവിടെ LHS 2 കൊണ്ട് ഗുണിക്കും, RHS 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ഈ 2 വെട്ടിപ്പോയി. LHS RHS ഒരേ 2 വെച്ച് മൾട്ടിപ്പിൾ ചെയ്താൽ വിലയ്ക്ക് വ്യത്യാസം വരില്ല. അപ്പോൾ ആ 2 അവിടെ വന്നു. അതായത് ഈ 2 വെച്ചുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു ചുരുക്കം. ബാക്കി ഒരു 6 അടിയിൽ പെട്ടു. വിയുടെ സ്ക്വയർ ആണ്. അപ്പോൾ വി ആകുമ്പോൾ റൂട്ട് വരും. ഇതൊരു കോളത്തിലാക്കി വെച്ചു. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഇക്വേഷൻ. ഇതാണ് ഞാൻ എഴുതാൻ ഉദ്ദേശിച്ച ഇക്വേഷൻ. ഈ ചെറിയ ആറിനെ നമ്മളെപ്പോഴും എന്താണ് ചെറിയ ആറെന്നോ? എവിടെ നിന്ന് ബോഡി എറിഞ്ഞുവോ അതാണ് ചെറിയ ആർ. അത് വലിയ ആർ പ്ലസ് എച്ച് ആണ്. ഈ പടം എനിക്ക് മാറ്റാൻ തോന്നുന്നു. പടത്തിൽ ഇപ്പം എന്തൊക്കെയുണ്ട്? വേരിയബിൾ എക്സ് ഉണ്ട്. ആ വേരിയബിൾ എക്സിന്റെ തുടക്കത്തിലുള്ള വിലയാണ് ആർ, ചെറിയ ആർ. ആ വേരിയബിൾ എക്സിന്റെ ഇൻഫിനിറ്റ് വാല്യൂ ആണ് എക്സ് ഈക്വൽ ഇൻഫിനിറ്റ്. അതാണ് നമ്മുടെ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷനിൽ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ആയി വന്നത്. ഇപ്പോൾ പടം മാറ്റാമെന്ന് തോന്നുന്നു. നിങ്ങളുടെ കയ്യിൽ പടമൊക്കെ ആയി കഴിഞ്ഞു. ഈ ഫോർമുലയിൽ ഇനിയിപ്പോൾ ചെറിയ ആറിനെ വലിയ ആർ പ്ലസ് എച്ച് എന്നും കൂടി ആക്കാൻ പോകുന്നു കേട്ടോ. എന്നിട്ട് ഫോർമുല കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നു. എന്നിട്ട് വിഒ ആയിട്ട് അതിനെ കമ്പയർ ചെയ്യാൻ പോകുന്നു. അങ്ങനെ ചെയ്യാൻ പോകുന്നു. അപ്പോഴൊക്കെ തിയറി പൂർത്തിയാവും. ഇനി എഴുതാം ആർ ഈക്വൽ ടു വലിയ ആർ പ്ലസ് എച്ച്. Therefore
വി ഈക്വൽ ടു ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം റൂട്ട് ഓഫ് 2 ഇൻറ്റു ക്യാപിറ്റൽ ജി ഇൻറ്റു എം ഇ ഡിവൈഡഡ് ബൈ വലിയ ആർ പ്ലസ് എച്ച് വലിയ ആർ പ്ലസ് എച്ച് മനസ്സിലാക്കാൻ വലിയ പണമൊന്നുമില്ല. ഇതും ഒരു കോളത്തിലാക്കി വെക്കാം. ജനറൽ ഫോർമുല തന്നെയാണിത്. ഇനി നമ്മൾ എവിടെ നിന്ന് എറിയാൻ പോണു? എർത്തിന്റെ പ്രതലത്തിൽ നിന്ന് എറിയാൻ പോകും. എവിടെ നിന്ന് വേണമെങ്കിൽ എറിയാന്ന് ഞാൻ പറഞ്ഞു. ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് 2000 കിലോമീറ്റർ മുകളിൽ പോയിട്ട് അവിടെ നിന്ന് അറിയാം, 3000 കിലോമീറ്റർ മുകളിൽ പോയിട്ട് അവിടെ നിന്ന് അറിയാം, 50,000 കിലോമീറ്റർ മുകളിൽ പോയിട്ട് അവിടെ നിന്ന് അറിയാം. എവിടെ നിന്ന് വേണമെങ്കിൽ അറിയാം. എവിടെ നിന്ന് അറിയാം? എർത്തിന്റെ സർവീസിൽ നിന്ന് അറിയാമോ? അറിയാം. തിരിച്ചു വരാത്തിന് അറിയാൻ വലിയ ബുദ്ധിമുട്ടാണ്, അത്ര സ്പീഡ് കൊടുക്കണം. അതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ എഴുതാൻ പോണത് ഇഫ് എച്ച് ഇസ് ഈക്വൽ ടു 0, ഇഫ് എച്ച് ഇസ് ഈക്വൽ ടു 0 വി ബ്രാക്കറ്റിലോ ഓൺ എർത്ത് എന്ന് ചേർക്കണം. നേരത്തെ വിഒ മിനിമം എന്നൊക്കെ എഴുതിയാൽ മതി. ഇഫ് എച്ച് ഇസ് ഈക്വൽ ടു 0 അപ്പൊ വിയുടെ മീനിങ് ബ്രാക്കറ്റിൽ ചേർക്കണം. വി എസ്കേപ്പ് വേഗത തന്നെ എവിടെ? ഓൺ എർത്ത്, ഭൂമിയുടെ പ്രതലത്തിൽ നിന്നുകൊണ്ട് എറിയാണ്, തിരിച്ചു വരാത്ത രീതിയിൽ. അപ്പൊ ഇതിൽ എച്ച് കളയാൻ പോകണം. റൂട്ട് ഓഫ് 2 ഇൻറ്റു ക്യാപിറ്റൽ ജി ഇൻറ്റു എർത്തിന്റെ മാസ എം ഇ ബൈ വലിയ ആർ എച്ച് കളഞ്ഞല്ലോ, ഫോർമുല എച്ചൊക്കെ പോയല്ലോ. ഇനി നമ്മള് അപ്പൊ ഇതും ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ് കേട്ടോ. ഇതിനെ വിഒയിലേക്ക് ബന്ധിപ്പിക്കണം, അപ്പോഴേ പൂർത്തിയാവുള്ളൂ തീയതി. അങ്ങനെയാണ് കൊണ്ട് അവസാനിപ്പിക്കാൻ പോകുന്നത്. ബട്ട് അടുത്ത സ്റ്റെപ്പിൽ ബട്ട് ക്യാപിറ്റൽ ജി ഇൻറ്റു എം ഇ ഈക്വൽ ടു ആർ സ്ക്വയർ ഇൻറ്റു ജി. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഒന്നുകൂടി നോട്ടിലേക്ക് ചേർക്കും. നേരത്തെ നമ്മൾ ഡെറിവേഷൻ മുമ്പ് പറഞ്ഞു. അപ്പോൾ വി എവിടെ? ഓൺ എർത്ത് എന്ന് എഴുതണം. ഇപ്പോഴേ മീനിങ് മനസ്സിലാവും. വി ഓൺ എർത്ത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. കണി നമുക്ക് മുകളിൽ ആരോ ഇട്ട് കൊടുത്താലും തെറ്റൊന്നുമില്ല. വി ഓൺ എർത്ത് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ ജി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ. ഒരാറങ്ങൾ വെട്ടി എന്നിട്ട് എഴുതുന്നു വി എവിടെ? ഓൺ എർത്ത്. വി ഓൺ എർത്ത് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2rg ഈക്വൽ ടു ഇങ്ങോട്ട് എടുത്തതാ വി ഓൺ എർത്ത്. വി ഓൺ എർത്ത് ഭൂമിയുടെ പ്രതലത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ബോഡി തിരിച്ചു വരാത്ത രീതിയിൽ എറിയുമ്പോൾ എത്ര വേഗത കൊടുക്കേണ്ടി വരുമെന്ന് പ്രൂവ് ചെയ്യാൻ പോണേ കേട്ടോ. ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു റൂട്ട് ഓഫ് ആർ ജി. ഇത് സ്പ്ലിറ്റ് ചെയ്യും ഇങ്ങനെ, റൂട്ട് ഓഫ് 2 ഇൻറ്റു റൂട്ട് ഓഫ് ആർ ജി അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും അല്ലേ. റൂട്ട് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ ഇൻറ്റു റൂട്ട് ഓഫ് ബി ആണ്. റൂട്ടിനുള്ളിൽ എ ഇൻറ്റു ബി, എ എന്താവട്ടെ ബി എന്താവട്ടെ, റൂട്ട് ഓഫ് എ ബി ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. റൂട്ട് ഓഫ് 25 ഇൻറ്റു റൂട്ട് ഓഫ് 25. റൂട്ട് ഓഫ് 25 എത്ര? 5. റൂട്ട് ഓഫ് 25 എത്ര? 5. 5 ഇൻറ്റു 5 എത്ര? 25 അല്ലേ. ഇതിനെ ഒന്നിച്ച് റൂട്ട് ഓഫ് 25 ഇൻറ്റു 25 എന്ന് 25 ഇൻറ്റു 25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25ന്റെ സ്ക്വയർ 625. 625ന്റെ റൂട്ട് എത്രയാണ്? സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ശരിയായില്ലേ? 25 റൂട്ട് 5, 25 റൂട്ട് 5, 5 ഇൻറ്റു 5 25. ഈ രണ്ടും കൂടി ഒറ്റ റൂട്ടിൽ പിടിച്ചാൽ കുഴപ്പമില്ല. റൂട്ട് ഓഫ് 25 ഇൻറ്റു 25 രണ്ട് പ്രത്യേക റൂട്ട് ആവശ്യമില്ല. അതാണ് റൂട്ട് ഓഫ് എ ഇൻറ്റു റൂട്ട് ഓഫ് ബി ഇതുള്ളൂ റൂട്ട് ഓഫ് എ ബി. എ ആണ് ഞാൻ എടുത്ത എക്സാമ്പിൾ, ഇതാണ് ബി എടുത്ത എക്സാമ്പിൾ. വേറെ സംഖ്യയിലിട്ടാലും ശരിയാവും, ഒരേ സംഖ്യ വേണമെന്നൊന്നുമില്ല, വ്യത്യസ്ത സംഖ്യയിലിട്ടാലും ശരിയാവും. നമുക്ക് നല്ല റൂട്ടുള്ളൊരു സംഖ്യ എടുക്കാം. 36. 25ന്റെ റൂട്ട് എത്രയാണ്? 5. 36ന്റെ റൂട്ട് എത്രയാണ്? 6 36. 6 30 ഉത്തരം. നമുക്ക് ശരിയാവും നോക്കാം. 25 ഗുണം 36 നിങ്ങൾ ഗുണിക്കണം എത്രയാണ്? ആ സംഖ്യയുടെ റൂട്ട് എടുത്താൽ 36 30 കിട്ടുള്ളൂ. 30 കിട്ടും. ഇത് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കണം. 25 36 കൂടി ഗുണിക്കുമ്പോൾ ഒരു സംഖ്യ കിട്ടും. അത് 900 കിട്ടുമെന്നോ 900 ആണ് കിട്ടുക നോക്കണം. കാരണം 30 കിട്ടിയ ആൻസർ കിട്ടും. ഇത് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കും. 25 ഇൻറ്റു 36 എത്രയാണെന്ന് നോക്കും. 25 ഇൻറ്റു 36 900 ആണോ നോക്കിയാൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലേ. 25 36 വെറുതെ ഗുണിച്ച് നോക്കി 900 കിട്ടും നോക്കി കിട്ടേണ്ടതാണ്. ഓക്കെ 900 അല്ലേ കിട്ടണേ? ആ
അപ്പൊ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാലും ആൻസർ 25 റൂട്ട് 5, 36 റൂട്ട് 6, 5000 30, 25 36 ഒറ്റ റൂട്ടിൽ പെടുത്തി. അപ്പൊ കിട്ടുന്ന പ്രോഡക്റ്റ് 900 ആണ്. 900 റൂട്ട് 30 തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. √2 ഇൻറ്റു √RG. അപ്പൊ ഒരു ഗുണം എന്താ വെച്ചാൽ വി ഓൺ എർത്ത് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഈക്വൽ ടു √2 ഇൻറ്റു VO മിനിമം, VO MIN. ഇത് പ്രൂവ് ചെയ്യാൻ പറയില്ല കേട്ടോ. പ്രൂഫ് ചോദിച്ചാൽ എന്തൊക്കെ എഴുതണം? അപ്പൊ വിയോടെ ഫോർമുല അസ്യൂം ചെയ്താൽ മതി. വിയോടെ ഫോർമുല ഡിറൈവ് ചെയ്യണം. വിയുടെ ഫോർമുല ഡിറൈവ് ചെയ്യണം. ഇപ്പൊ ഈ ഇന്റഗ്രേഷൻ മെത്തേഡില് വിയുടെ ഫോർമുല ഡിറൈവ് ചെയ്യണം. വിയോടെ ഫോർമുല അസ്യൂം ചെയ്താൽ എന്താ അസംഷൻ? VO ഈക്വൽ ടു √GME ബൈ ചെറിയ ആർ. ചെറിയ ആർ എന്ന് പറഞ്ഞാൽ വലിയ ആർ പ്ലസ് H. അത് വെറുതെ എടുത്താൽ മതി. എന്നിട്ട് VO മിനിമത്തിന് H 0 ആക്കിയിട്ട് ഫോർമുല ഉണ്ടാക്കി. അപ്പൊ √R ചെയ്തൊരു ഫോർമുല കിട്ടിയില്ല. അപ്പൊ അതിന്റെ ഡെറിവേഷൻ പറയണ്ട. ഓർബിറ്റൽ വെലോസിറ്റി ഡെറിവേഷൻ പറയണ്ട. ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഫോർമുല എടുത്തിട്ട് അവിടെ നിന്ന് തുടങ്ങിയാൽ മതി. ഇത് ഡെറൈവ് ചെയ്യേണ്ടി വരും. ഈ ഫോർമുല ഡെറൈവ് ചെയ്ത് വി ഓൺ എർത്ത് ഡെറൈവ് ചെയ്യുന്നത്. അപ്പൊ ഇത് ആദ്യം ഡെറൈവ് ചെയ്തിട്ട് H 0 ആക്കി കളഞ്ഞിട്ട് വി ഓൺ എർത്ത് എന്ന് പറഞ്ഞ് സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ട് ഇതില് GMEയുടെ ആ പ്രോഡക്റ്റിനെ R² ആക്കി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫോർമുല ഉണ്ട്. ഈ ഫോർമുല √2 സ്പ്ലിറ്റ് ചെയ്യാം. √RGയുടെ വില എന്താണെന്ന് നമുക്കറിയാം. VO മിനിമം ആണ്. ഇതാണ് എസ്റ്റാബ്ലിഷ്മെന്റ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ. ഇനി നമുക്ക് രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നുകിൽ ഞാൻ ഇതിലിട്ട് വർക്കൗട്ട് കാണിക്കാം കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ഒരു സെക്കൻഡ് ചെയ്ത് വി ഓൺ എർത്ത് ഈക്വൽ ടു √, ഇതിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് √2 ഇൻറ്റു GME ബൈ R ഒന്ന് വർക്കൗട്ട് ചെയ്ത് ക്യാപിറ്റൽ ജിയുടെ വില എത്രയാ? 6.67 ഇൻറ്റു 10⁻⁻11. SI യൂണിറ്റ് എഴുതുമ്പോൾ -11 ഇൻറ്റു മാസ് ഓഫ് എർത്ത്. മാസ് ഓഫ് എർത്ത് എത്രയാണെന്ന് 6×10⁻24 കിലോഗ്രാം. ഇത് അറിഞ്ഞു വെച്ചാൽ നല്ലത്. ബൈ എർത്തിന്റെ റേഡിയസ് 6400 കിലോമീറ്റർ മീറ്റർ ആക്കി ഇൻറ്റു 1000 കിലോമീറ്റർ മീറ്റർ ആയി. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം ഞാൻ പറയട്ടെ. ഇതാണ് 11.2. അപ്പൊ വി ഓൺ എർത്ത് എന്ന് എഴുതി പോണം. വി ഓൺ എർത്ത് ഈസ് ഈക്വൽ ടു, ഇത് വർക്കൗട്ട് നടക്കുന്ന ഉത്തരമാണ് 11.2 ഇൻറ്റു 1000 മീറ്റർ പെർ സെക്കൻഡ്. അത് കിലോമീറ്ററിലാക്കി എഴുതിയാൽ മതി. ശരിക്കും 11.18 ആണ് വാല്യൂ കേട്ടോ. ഞാൻ 18 8 ഉണ്ട്, കറക്റ്റ് 2 ആക്കണം. 11.2 എന്നാണ് കിട്ടുന്ന ഉത്തരം. ഈ 8 ഇപ്പുറത്തേക്ക് ഇടുമ്പോൾ ഈ 1 എന്നുള്ള 2. 11.2 ഓർത്താലും മതി. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് ഓർത്തിരിക്കുക. ഇതാണ് വി ഓൺ എർത്ത്. ഇത്ര വേഗത കൊടുക്കണം. ആലോചിച്ച് നോക്കിയേ. 11.2 കിലോമീറ്റർ ഒരു മീറ്റർ ഒന്നും അല്ലാതെ അത്രയും കിലോമീറ്റർ ഒരു സെക്കൻഡിൽ നീങ്ങണം. ഒരു സെക്കൻഡിൽ 11.2 കിലോമീറ്റർ നീങ്ങാന്ന് വെച്ചാൽ ഇവിടുന്ന് ആലുവയ്ക്ക് പോകുന്നതിന്റെ പകുതി ദൂരമുണ്ട്. ഇവിടുന്ന് ആലുവ വരെ ഏതാണ്ട് 24-22 കിലോമീറ്റർ ഉണ്ടെന്ന് വിചാരിക്കട്ടെ. അപ്പൊ ഏതാണ്ട് അതിന് പകുതി ദൂരമുണ്ട്. അത്രയും ദൂരം ഒറ്റ സെക്കൻഡിൽ പോകണം സംഭവം. എർത്തിന്ന് എറിഞ്ഞ് തിരിച്ചു വരാത്തിൽ എറിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമുക്കൊരു ഹൈറ്റിൽ ചെന്നിട്ട് എറിഞ്ഞ ഒരു ഗുണം എന്താ വെച്ചാൽ അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വില കുറവാണ്. അപ്പൊ തിരിച്ചു വരാത്തിൽ എറിയാൻ ഇത്രയും കൊടുക്കേണ്ടി വരില്ല. 11.2 ഇമ്പാർട്ട് ചെയ്യാൻ പാടാ. ഒരു സെക്കൻഡിലാണെന്ന് ഓർക്കണം. നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ഉണ്ടല്ലോ. മറ്റേ ഫോർമുല ഇട്ടാൽ ഇത് തന്നെ കിട്ടുള്ളൂ കേട്ടോ. ഏതാ ഒരു കാൽക്കുലേഷൻ കൂടി കാണിക്കാം കേട്ടോ. രണ്ടാമത്തെ കാൽക്കുലേഷൻ വെച്ചാൽ വി ഓൺ എർത്ത് ഒന്നുകൂടി എഴുതി. വി ബ്രാക്കറ്റില് ഓൺ എർത്ത് ഒന്നുകൂടി എഴുതി. വി ഓൺ മറ്റേ ഫോർമുല എടുക്കാം. എന്താ മറ്റേ ഫോർമുല? √2 ഇൻറ്റു വലിയ R ഇൻറ്റു ചെറിയ G. ഇതിൽ ഇങ്ങനെയല്ലേ കിട്ടിയത്? നമുക്ക് നേരത്തെ ഒരു ഫോർമുല ഇതിലിട്ടാലും ഉത്തരം കിട്ടും കേട്ടോ. ഈക്വൽ ടു √2 ഇൻറ്റു എത്തേണ്ട റേഡിയസ് 6400 കിലോമീറ്റർ മീറ്റർ ആക്കി 1000 കൂടെ വിളിച്ചു ഇൻറ്റു G 9.8 എന്ന് എടുത്തു. ഈ ആൻസർ ഇത് തന്നെ ആയിരിക്കും കേട്ടോ. ഇത് തന്നെയായിരിക്കും ആൻസർ കേട്ടോ. ഇങ്ങനെ വർക്കൗട്ട്. ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. മറ്റേലും മാസ് ഓഫ് എർത്തും ക്യാപിറ്റൽ G ഒക്കെ കയറി വന്നു. അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ ഒരേ ആൻസർ കിട്ടുള്ളൂ. കാരണം നമ്മൾ അതിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയത്. ആ ഫോർമുലയിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയത്. കിലോമീറ്ററിൽ എഴുതുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. മീറ്റർ ബൈ സെക്കൻഡിൽ എഴുതുമ്പോൾ ഇതാണ് ആൻസർ. കിലോമീറ്റർ ബൈ സെക്കൻഡിൽ എഴുതുമ്പോൾ ഇതാണ് ആൻസർ. ഏതെങ്കിലും ഒരെണ്ണം ഓർത്തില്ല. എർത്തിന്റെ സർഫസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇത്രയും സ്പീഡ്. ഈ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 ഡെറിവേഷൻസ് ഓർബിറ്റൽ വെലോസിറ്റി ഡെറിവേഷൻ മാത്രമായിട്ട് ചോദിക്കുകയാണെങ്കിൽ 3 മാർക്സ് ഉണ്ടാവും. എസ്കേപ്പ് വെലോസിറ്റി ഡെറിവേഷൻ മാത്രമായിട്ട് ചോദിച്ചാൽ 3 മാർക്സ് ഉണ്ടാവും. രണ്ടും കൂടി ഒറ്റ 5 മാർക്കിൻ്റെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. അങ്ങനെ ചോദിക്കാൻ സാധ്യത കുറവാണ്. 5 മാർക്സ് ക്വസ്റ്റൻ അടക്കം ഇത് അപൂർവമായിട്ട് വരാറുണ്ട്. അപ്പോൾ രണ്ടും ഡെറൈവ് ചെയ്യും. ഓർബിറ്റൽ വെലോസിറ്റിയിൽ വലിയ ഡെറിവേഷൻ ഉണ്ട്. സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ ഈക്വേറ്റ് ചെയ്ത സംഭവം. അത് വലിയ നീളമൊന്നുമില്ല. ഇതിൽ കുറച്ച് നീളമുണ്ട്. കാര്യങ്ങൾ എഴുതിയാലേ ആവും. ഇത് എഴുതി പഠിക്കണമെങ്കിൽ തന്നെ
ഇന്ന് വൈകുന്നേരം ഇത് എഴുതാനുണ്ടാവും പരീക്ഷ. ഇന്ന് ഉച്ചയ്ക്ക് എന്ന് കഴിഞ്ഞാൽ എന്താണ് ഇതൊന്ന് നിങ്ങൾ പഠിക്കണം. ഇപ്പോൾ ഇതും കൂടി ഞാൻ അങ്ങോട്ട് അയച്ചോട്ടെ. അപ്പോൾ എല്ലാം ആയോ നോക്കട്ടെ. ഫോർമുലയുടെ നാളെ സജിത്ത് സാറിൻ്റെ ക്ലാസ് കേട്ടോ, കെമിസ്ട്രിയാണ് നാളെ, തീർന്നില്ല ക്ലാസ്. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കി. ഇന്നിപ്പോൾ എടുത്ത് കംപ്ലീറ്റ് ഇപ്പം തന്നെ ഞങ്ങൾ പഠിച്ച ഒരു 5 മിനിറ്റ് മതിയല്ലോ. ഇപ്പോൾ ഈ ഇത് സംഭവം അപ്ലോഡഡ് ആവുകയും ചെയ്യും.